എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോബിൻ ലോറൻസ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വായിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ വായിക്കാം അല്ലേ? വായിക്കാനായിരിക്കും അറിയാത്തത്, എല്ലാവർക്കും വായിക്കാനറിയാം. പക്ഷേ നമ്മളൊക്കെ വായിക്കുന്നത് കറക്റ്റ് രീതിയിലാണോ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് വായന കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ, നമുക്ക് കൃത്യമായിട്ടുള്ള അറ്റൻഷൻ സ്പാൻ കിട്ടുന്നുണ്ടോ, ഈവൻ നമുക്ക് ബുക്കുകളോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, അതിനെപ്പറ്റിയൊക്കെയാണ് ഈ വീഡിയോ. നമ്മളിപ്പം നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലിൻ്റെ തൊട്ട് സൈഡിലാണ്. അതാണ്ട് ഇതാണ് ശാസ്താംകോട്ട കായൽ. ഈ സ്ഥലം എന്ന് പറയുമ്പം എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. അതായത് ഇവിടെ വന്നിരുന്നാണ് ഞാൻ എൻ്റെ ഫ്രീലാൻസ് ആയിട്ടുള്ള റൈറ്റിങ്ങിൻ്റെ പരിപാടികളും വായനയെല്ലാം നടത്തുന്നത്. പക്ഷേ ഇപ്പം ഇവിടെ അത്യാവശ്യം മഴ പെയ്ത് വന്നുകൊണ്ട് തന്നെ അതാണ്ട് ഇവിടെ നമുക്കൊരു ചെയറൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. ഇവിടെ ഒരു കട്ട വെച്ചൊരു ചെയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. നേരത്തെ ഇതോ ആ പുല്ലില്ലേ, അതിൻ്റെ ബാക്കിലേ വെള്ളമുള്ളായിരുന്നു. ഇപ്പം വെള്ളം കയറി ഇവിടം വരെ. ഇതേവിട്ട് ഇവിടെയൊക്കെ ഞങ്ങൾ ഇരുന്ന് കുറേ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നതായിരുന്നു. പക്ഷേ ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി, വെള്ളം കയറി. ആക്ച്വലി എൻ്റെ കുഞ്ഞുനാൾ ഈ കായലിൽ വെള്ളം അങ്ങറ്റം വരെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലേക്കുള്ള ഫുള്ള് വെള്ളം ഈ കായലിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. സോ പമ്പ് ചെയ്ത് അവിടെ കിടന്ന കായൽ ഇപ്പോൾ ഇവിടെ ആയി. വേനലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കായൽ അവിടുന്ന് ഇറങ്ങിയതാ ഇവിടം വരെയൊക്കെയാവും. കായലിൻ്റെ തന്നെ ഒരു വലിയൊരു ഭാഗം ഇപ്പം ഗ്രൗണ്ട് കൂട്ടായി പിള്ളേരൊക്കെ കളിക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ സ്ഥലമൊക്കെ ഇരിക്കുന്നത്. സോ എന്തായാലും ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഷോർട്ട് കണ്ടൻറ്റുകൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്ന കാലമാണല്ലേ. ഒരു മിനിറ്റ് പോലും നമുക്കൊരു കണ്ടൻറ്റിനെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ബുക്കുകളൊക്കെ എങ്ങനെ വായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ. അതുകൊണ്ട് തന്നെ വായനയൊക്കെ എല്ലാവരും വിട്ട് കളഞ്ഞ ഒരു സംഭവമാണെന്നും വിചാരിക്കുന്നുണ്ട്. പക്ഷേ സീരിയസ്ലി കണക്കുകൾ പ്രകാരം ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻ ഏറ്റവും കൂടുതലുള്ളത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ബുക്കുകളെ സ്നേഹിച്ച് വായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ വേ ഓഫ് റീഡിങ് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ നമുക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ. കാരണം പണ്ട് ഫിസിക്കലായിട്ടുള്ള ബുക്കുകളായിരുന്നു, ഇപ്പോൾ അത് ഈ ബുക്കുകളായിട്ട് എല്ലാവരും ഫോണിൽ വായിക്കാൻ തുടങ്ങി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം എങ്ങനെ ബുക്കുകൾ വായിക്കാം, അതാണ് നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട്. അപ്പം ബുക്കുകൾ എങ്ങനെ വായിക്കാം? സീരിയസ്ലി നിങ്ങൾക്കൊരു ബുക്ക് വേണം വായിക്കാൻ, ബുക്കില്ലാതെ വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ബുക്ക്, അത് ഏത് ബുക്കും ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ, ഹിസ്റ്റോറിക്കൽ ടെസ്റ്റുകളായിരിക്കട്ടെ, അക്കാഡമിക് ടെസ്റ്റുകളായിരിക്കട്ടെ. സീരിയസ്ലി ഞാൻ ഇപ്പം നോൺ ഫിക്ഷനെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ വായന തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഫിക്ഷൻ, ലവ് സ്റ്റോറീസ്, അങ്ങനത്തെ ടൈപ്പ് ബുക്കുകളൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് നോൺ ഫിക്ഷനോട് താല്പര്യം കൂടി, ഹിസ്റ്ററി ഒക്കെ അറിയാനുള്ള താല്പര്യമൊക്കെ കൂടി, അങ്ങനെ ആ ഒരു വഴിയിലോട്ട്. അപ്പം എങ്ങനെ ബുക്ക് വായിക്കാം? സീരിയസ്ലി നമ്മളൊരു ബുക്ക് കയ്യിലുണ്ടെന്ന് വെച്ചോ, എല്ലാവരെ സംബന്ധിച്ച് ഒരു ബുക്ക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ആ പേജ് നോക്കും, അയ്യോ ഇത്രയും വലിയ സാധനം എങ്ങനെ വായിക്കുമെന്ന് നോക്കും. സീരിയസ്ലി അങ്ങനെ ചെയ്യരുത്, അത് വലിയൊരു മണ്ടത്തരമാണ്. ഇപ്പം 2 പേജുള്ള ഒരു ടെക്സ്റ്റിനകത്തുള്ള കണ്ടൻറ്റിനെക്കാട്ടിയും കുറവായിരിക്കും ചിലപ്പോൾ 500 പേജുള്ള ഒരു ടെക്സ്റ്റിനകത്തുള്ളത്. സോ സീരിയസ്ലി നമ്മളത് വിടുക. എന്നിട്ട് ഈ ടെൻഷൻ ഉണ്ടല്ലോ ഇതെങ്ങനെ വായിച്ച് തീർക്കുമെന്നുള്ളത്, അതും അങ്ങ് പറഞ്ഞേക്കാം. നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം, സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക ആദ്യം. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷനും വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഇതേ കൂട്ടത്തെ സ്ഥലം എന്നും പറഞ്ഞ് നിങ്ങൾ കാട്ടി വന്നിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം, ഇവിടെ ആകുമ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും കിളിയുടെ കരച്ചിലും കായലും ഒക്കെ കണ്ടിരുന്ന് വായിക്കാമല്ലോ. അപ്പം അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ വായിക്കേണ്ട ബുക്കില്ലേ, അതിപ്പോൾ നോവലോ എന്തെങ്കിലും ആയിട്ട്, ആ വായിക്കേണ്ട സാധനം നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുക. ഒരിക്കലും കിടന്നുകൊണ്ട് വായിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം കിടന്ന് നമ്മളങ്ങ് ഉറങ്ങി പോകും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഒരു പൊസിഷനിൽ ഇരുന്ന് വായിക്കുക. ബുക്ക് എടുക്കുക, ആദ്യം ഇൻട്രഡക്ഷനൊക്കെ ഒന്ന് വായിക്കുക, എന്നിട്ട് ജസ്റ്റ് അങ്ങ് വായിച്ചു തുടങ്ങുക. അല്ലാതെ പിന്നെന്താ, അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ടിപ്പൊന്നും ഇല്ല പറയാനായിട്ട്. വായിക്കുക, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്പെഷ്യലി ടിപ്പൊന്നും ഇല്ല. പക്ഷേ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ വായന നല്ലതാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു ബുക്ക് ഒറ്റയടിക്ക് വായിച്ച് തീർക്കണം എന്നൊരു ലക്ഷ്യത്തിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ മിക്കപ്പോഴും നമുക്ക് ആ ബുക്ക് ബോറിങ്ങായിട്ട് തോന്നും. ബുക്കുകളെ പല പല പാർട്ടുകളായിട്ട് ഇരിക്കുക, എന്നിട്ട് നമ്മൾ വായിക്കുക. നമുക്ക് ഈ ഡോപ്പമിൻ റഷ് കൂടുതൽ വരത്തില്ലേ, അതായത് ഫോൺ എടുക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ആ ഒരു സന്ദർഭമില്ലേ, അപ്പം ഈ ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുക. സോ നോർമലി നമ്മുടെ ആ ഡോപ്പമിൻ റഷ് കാരണം നമ്മൾ ഈ ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കും. പക്ഷേ നമുക്ക് ഫസ്റ്റൊക്കെ ഇത് ഭയങ്കര വിഷയമായിരിക്കും കേട്ടോ, നമുക്ക് ഫോണൊന്നും തോണ്ടാതിരിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ അതൊരു ഹാബിറ്റാവും നമുക്ക്. ഇങ്ങനൊരു സംഭവം വരുമ്പം തന്നെ നമ്മൾ ബുക്ക് എടുത്ത് വായിക്കാൻ ശ്രമിക്കും. അങ്ങനെ പെട്ടെന്ന് വരും. എൻ്റെ തുടക്കാലത്ത്, അതായത് ഞാൻ ബാലരമയൊക്കെ വായിച്ചു തുടങ്ങിയത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭയങ്കര കൊച്ചായിരുന്നപ്പം എനിക്ക് മലയാളം വായിച്ചു തുടങ്ങുന്ന ടൈമൊക്കെ ആയപ്പം എന്നെ പത്രം വായിപ്പിക്കുമായിരുന്നു ഇരുത്തി.
വീട്ടിൽ അന്ന് ഞങ്ങൾ കൂട്ടുകുടുംബത്തിലായിരുന്നു, അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് എന്നെക്കൊണ്ട് പത്രം വായിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വായനയിലോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒന്നിനും സമയമില്ലല്ലോ. സോ പറ്റുന്ന കൂട്ടൊക്കെ വായിക്കുക, അല്ലാതെ വേറെ ടിപ്പ് എന്താണ്, ജസ്റ്റ് വായിക്കുക. അതിൽ കൂടുതലൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടുപിടിക്കുക, ഈ ബുക്കിനെ പാർട്ടാക്കുക, എന്നിട്ട് വായിക്കുക. അതേകൂട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ്ലി വായിക്കാനൊന്നും ഇരിക്കാതിരിക്കുക. ജസ്റ്റ് നമുക്ക് ഇഷ്ടം നിർത്തണമെന്ന് തോന്നുമ്പോൾ നിർത്തുക, അല്ലാതെ കടിച്ചു പിടിച്ച് വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ ആ ഒരു സുഖം അങ്ങ് പോയി കിട്ടും. സോ അതാണ് എങ്ങനെ വായിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വായിക്കേണ്ട ബുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും ഉള്ള സംശയമാണ് എങ്ങനെ നമ്മളൊരു ബുക്കിനെ സെലക്ട് ചെയ്യും. ഭയങ്കര പാടാണല്ലോ, ഒരുപാട് വെറൈറ്റീസ് ബുക്കുണ്ട്. അതായത് നമ്മളൊരു കടയിലോ ലൈബ്രറിയിലോ എവിടെ ചെന്നാലും ഇങ്ങനെ നിരത്തി വെച്ചേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും, നമ്മളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ബുക്കുകാർ ചെയ്യുന്നത് എന്തായിരിക്കും, അതിൻ്റെ കവർ പേജ് നല്ല കിടിലം കളറും അതും ഇതും എല്ലാം ഉള്ള കവർ പേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങണമെന്നൊരാഗ്രഹം തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. സീരിയസ്ലി നമ്മളൊരു ബുക്ക് എടുക്കുന്ന സമയത്ത്, തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ബാക്കിൽ ആ ബുക്കിൻ്റെ കുഞ്ഞൊരു സമ്മറി കൂട്ടുണ്ടാവും, അതൊന്ന് വായിക്കുക. എന്നിട്ട് അതിൻ്റെ ആമുഖവും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. സമയമെടുക്കുന്ന ഏർപ്പാടാണ്, പക്ഷേ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ബുക്കിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. അതായത് എന്ത് ടൈപ്പ് ബുക്കാണ്, എങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചു തുടങ്ങുന്ന ടൈമിൽ, അതായത് എല്ലാവരും ഒരു പ്രായത്തിൽ വായിക്കും, എന്നിട്ട് ഒരു ടൈമിൽ ഫോണിന് അഡിക്റ്റ് ആകും, പിന്നെ ഇൻസ്റ്റാഗ്രാം അത് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് വായിച്ച് തുടങ്ങാൻ പറ്റുന്ന ബുക്കെന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബുക്കുകളുണ്ട്. അതായത് ഈ ബാലസാഹിത്യങ്ങളുണ്ട്, എന്ന് പറഞ്ഞ് ഭയങ്കര കുറഞ്ഞതല്ല, ഒരു 15 വയസ്സൊക്കെയുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന ടൈപ്പ് പുസ്തകമൊക്കെ ഉണ്ട്. അത് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ കുഞ്ഞതായിരിക്കും, വലിയ ഹെവി കണ്ടൻ്റ് ഒന്നും ആയിരിക്കത്തില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാവും. പതിയെ നമ്മുടെ ലെവൽ കൂടുന്നതനുസരിച്ച് നല്ല 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 ബുക്കുകൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒരു ഓതറിൻ്റെ മാത്രം ബുക്കുകൾ വായിക്കാതിരിക്കുക. കാരണം നമ്മൾ അങ്ങനെ വായിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പതിയെ ആ ഒരു ഇതിൽ മാത്രമേ ഇൻട്രസ്റ്റ് വന്നു, ബാക്കി ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ തോന്നില്ല. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഇംഗ്ലീഷ് നോവൽസ് വായിക്കുന്നത് ഫുള്ള് ഇന്ത്യൻ കുറേ റൊമാൻറ്റിക് നോവൽസ് ഉണ്ടായിരുന്നു. ലൈക്ക് ചേതൻ ഭഗത്, റോബിൻ ശർമ്മ, അങ്ങനെ കുറേ പേരുടെ നോവൽസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതേ ഇരുന്ന് വായിക്കത്തുള്ളായിരുന്നു. അവസാനം ഇത് വായിച്ച് എനിക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി, ഈ കഥ ഇത് എങ്ങോട്ട് പോകും, ഏത് നോവൽ എടുത്താലും ഇത് എങ്ങനെയൊക്കെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് വരെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. വെറൈറ്റി ആയിട്ടുള്ള ബുക്കുകൾ, അതായത് ഓരോ പ്രാവശ്യം ഒരേ ജനറിലുള്ള ബുക്കുകൾ എടുക്കാതെ വെറൈറ്റി ആയിട്ടുള്ള ബുക്കുകൾ എടുക്കുക, അതും നല്ലതായിരിക്കും. കൂടാതെ തന്നെ ബുക്കിൻ്റെ കവറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ട് ബുക്ക് സെലക്ട് ചെയ്യാതിരിക്കുക. പിന്നെ ബുക്ക് വായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്നും അഭിപ്രായം ചോദിക്കാം. എന്നും പറഞ്ഞ് ഒരാളുടെ അഭിപ്രായത്തിന് നമ്മുടെ ബുക്ക് സെലക്ഷൻ മാറ്റണമെന്നല്ല, കാരണം പലർക്കും പല ടേസ്റ്റാണല്ലോ. പക്ഷേ അതും ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ബുക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഫിക്ഷൻ മാത്രം വായിക്കാതിരിക്കുക, നോൺ ഫിക്ഷനിലോട്ട് പോവുക. കാരണം ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ നോൺ ഫിക്ഷനും ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റൊക്കെ നമ്മുടെ വിജ്ഞാനത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് ഞാനിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആരോപണങ്ങളും അതും ഇതും ചരിത്ര സംഭവങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ഒരു ബോധം ഉണ്ടെങ്കിൽ ആരേലും വന്ന് ഇങ്ങനത്തെ വല്ല പൊട്ടത്തരമൊക്കെ പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് റോക്കറ്റ് പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നെന്നൊക്കെയുള്ള കൂട്ടത്തെ സംഭവം പറയുകയാണെങ്കിൽ, ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്കൊന്ന് എതിർത്ത് ഇരുന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ. സോ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ സെലക്ട് ചെയ്യുക. ഇച്ചിരി മോഡേണിസ്റ്റിക് ആയിട്ടുള്ള ബുക്കുകൾ സെലക്ട് ചെയ്യുക. പിന്നെ സയൻറ്റിഫിക് ബുക്കുകൾ, അതായത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളും വായിക്കാൻ ശ്രമിക്കുക. അത് വായിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസിനെ പറ്റി ബോധം ഉണ്ടാവും, മണ്ടത്തരങ്ങൾ കേട്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതൊക്കെയാണ് വീഡിയോയുടെ പാർട്ട് 3, ഹൗ ടു ചൂസ് ഗുഡ് ബുക്ക് ആൻഡ് ബാഡ് ബുക്ക്. നല്ല പുസ്തകവും ചീത്ത പുസ്തകം എങ്ങനെ തിരിച്ചറിയാം. ആക്ച്വലി അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല കേട്ടോ, നല്ല ടെക്സ്റ്റ് എന്നും ചീത്ത പുസ്തകം. എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളിൽ കൂടെയാണ് നല്ലതും ചീത്തയൊക്കെ വരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് ക്രാപ്പായിട്ടുള്ള, അതായത് ഒന്നിനും കൊള്ളാത്ത കുറേ പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈവൻ സ്യൂഡോ സയൻസ് പരത്തുന്ന പുസ്തകങ്ങൾ വരെ പ്രിൻ്റ് ചെയ്ത് കടകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഒരു ബുക്ക് ചൂസ് ചെയ്യുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ റിവ്യൂസ്, അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഓൺലൈനിൽ നോക്കാം, ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിൽ അറിയാൻ പറ്റും, അങ്ങനെയെല്ലാം നോക്കിയിട്ട് വായിക്കാതിരിക്കുക. കാരണം നമ്മൾ ചിലവാക്കുന്ന ടൈമിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടണം. ഈവൻ അത് എൻജോയ്മെൻറ്റ് മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിൻ്റെങ്കിലും ആ ബുക്കിൽ നിന്ന് കിട്ടണം. സോ അങ്ങനെയുള്ള ബുക്കുകൾ സെലക്ട് ചെയ്യുക. അല്ലാതെ വെറുതെ പോയൊരു കടയിൽ കയറി കാണുന്ന ബുക്കെല്ലാം വാങ്ങിക്കാതെ സെലക്റ്റീവായിട്ട് ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുക. എന്നും പറഞ്ഞ് നമ്മൾ അത് മാത്രമേ വായിക്കണമെന്നൊന്നുമില്ല, എൻജോയ്മെൻറ്റിന് വേണ്ടി വാങ്ങാം വായിക്കാം. പക്ഷേ
നമുക്ക് ചില നോവൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരേ രീതിയിലുള്ള സ്റ്റോറി ലൈനിൽ തന്നെ വേണത്. അങ്ങനത്തെ ഒന്നും വായിക്കാതിരിക്കുക. ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ടുള്ള നല്ല ഓതേഴ്സിൻ്റെ ബുക്ക് വായിക്കുക. ഇവിടെ പാർട്ട് 4 വെയർ ടു ഫൈൻഡ് ബുക്സ്. എവിടെ നിന്ന് നമുക്ക് പുസ്തകങ്ങൾ വാങ്ങാം? സീരിയസ്ലി പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് കടം വാങ്ങിച്ച് വായിക്കാമല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ച് നമുക്ക് പുസ്തകങ്ങൾക്ക് വേണ്ടി അത്രയ്ക്ക് ചിലവാക്കാൻ ഫണ്ടൊന്നുമില്ല. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പബ്ലിക് ലൈബ്രറീസ് ഉണ്ട്. ഇപ്പം എൻ്റെ നാട് കൊല്ലത്താണ്, ഞാൻ സ്റ്റേ ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പം തിരുവനന്തപുരത്ത് തന്നെ സെൻട്രൽ ലൈബ്രറി ഉണ്ട്. നമുക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, അവിടുന്ന് ബുക്കുകൾ എടുക്കാം. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് പബ്ലിക് ലൈബ്രറി ഉണ്ട്. ഇനി ഇവിടെ അടുത്ത് 5-6 ലൈബ്രറി ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കുഞ്ഞു കുഞ്ഞു ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തെല്ലാം മെമ്പർഷിപ്പ് എടുക്കുക. അപ്പം അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈബ്രറി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഒരേ സമയം എടുക്കാൻ പറ്റും. സോ ലൈബ്രറീസ് അതാണ് ഫസ്റ്റ്. അവിടുന്ന് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക. കാശ് കൊടുത്ത് വാങ്ങുന്നത് പിന്നെ ആണെങ്കിലും മതി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഈ ബുക്കായിട്ട് ഒരുപാട് ബുക്ക് കിട്ടും. പക്ഷേ ചിലർക്കൊന്നും ഈ ഫോണിൽ നോക്കി വായിക്കുന്നതോ അല്ലെങ്കിൽ കിൻഡലിൽ നോക്കി വായിക്കുന്നതോ ഓൺലൈനായിട്ട് വായിക്കുന്നതോ ഒന്നും താല്പര്യമില്ലാത്തവരായിരിക്കും. അവർക്ക് ഫിസിക്കൽ കോപ്പീസ് തന്നെ പോകാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല. അപ്പം അങ്ങനെയുള്ള PDF-ഉം ബുക്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങുക. പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ ടെലിഗ്രാം ചാനലിൽ ചില ബുക്കുകളൊക്കെ അല്ലാതെ കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളത് വാങ്ങുക. പക്ഷേ പൈറേറ്റഡ് ആയിട്ടുള്ള കോപ്പികൾ വായിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നമ്മൾ ആ എഴുത്തുകാരനോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ ഒറിജിനൽ കോപ്പികൾ തന്നെ വാങ്ങിച്ച് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ബുക്സ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാമല്ലോ, അതായത് വായിച്ച് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പം അറിയാവുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ വായിച്ച് വാങ്ങിക്കുക, അല്ലാതെ പൈസ കൊടുത്ത് തന്നെ വാങ്ങണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്സ് വിൽക്കുന്ന ഒരുപാട് കടകൾ ആണ്. തിരുവനന്തപുരത്താണെങ്കിൽ ഇപ്പം സെൻട്രൽ ലൈബ്രറിയുടെ സൈഡിൽ തന്നെയുള്ള പാളയത്തുള്ള ആ ബുക്ക് മാർട്ട്. കൊല്ലത്താണെങ്കിൽ അവിടെ നമ്മുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ശങ്കേഴ്സ് ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ സെക്കൻഡ് ഹാൻഡ് ബുക്ക് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അവിടെ 10 രൂപയ്ക്ക് വരെ നോവൽസ് കിട്ടും. പക്ഷേ നമ്മൾ നിന്നൊന്ന് സെലക്ട് ചെയ്ത് കുറച്ച് ടൈം എടുത്തൊക്കെ കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കാം. അതേവിട്ട് തന്നെ പിള്ളേരാരും സ്കൂൾ ലൈബ്രറികൾ ഉപയോഗിക്കില്ല. കോളേജിൽ പഠിക്കുന്ന ഒരു 65% പിള്ളേർ ലൈബ്രറി കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് പുസ്തകം വാങ്ങണമെന്നൊന്നുമില്ല. അതേവിട്ട് തന്നെ ചിലർ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ കീറിയ പുസ്തകങ്ങളൊന്നും അവർ വായിക്കാറില്ല. എന്താണ് കീറിയ പുസ്തകങ്ങൾക്ക് കുഴപ്പം? ആക്ച്വലി ഏത് കണ്ടീഷനിലുള്ള പുസ്തകമാണെങ്കിലും വായിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് വായിക്കുന്നതായിരിക്കും നല്ലത്. പകരം മണി വേസ്റ്റ് ചെയ്ത് വേറെ പുതിയ പുസ്തകം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ, ചിലരുണ്ട് പുസ്തകങ്ങളെല്ലാം വായിക്കും പക്ഷെ ഒന്നും വായിക്കത്തില്ല, എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഷോ കാണിക്കാനായിട്ട് അടുക്കി വെച്ചേക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ കൈ വായിക്കാൻ പുസ്തകം ഇരിക്കുന്ന സമയത്ത് പുതിയ പുസ്തകങ്ങൾ തേടി പോകാതിരിക്കുക. കാരണം അപ്പം ഇരിക്കുന്ന സാധനം നമ്മൾ പിന്നെ വായിക്കത്തില്ല. ഇപ്പം ബുക്കുകൾ വായിക്കാൻ പൈസ ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കിട്ടും, ലൈബ്രറീസിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടും, സ്കൂൾ ലൈബ്രറീസും കോളേജ് ലൈബ്രറീസിൽ നിന്നും കിട്ടും. പിന്നെ ഏറ്റവും അവസാനം കിട്ടാത്ത ബുക്കാണെങ്കിൽ നമുക്ക് ആമസോണോ ഫ്ലിപ്കാർട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. പിന്നെ ടെലിഗ്രാം നല്ലൊരു ഓപ്ഷനാണ്. അധികം ആരും യൂസ് ചെയ്യാറില്ല. പക്ഷേ ടെലിഗ്രാമിൽ ഒരുപാട് ലൈബ്രറികളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അങ്ങനെ നോക്കുന്നവർക്ക് അങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലെത്തിയേക്കാണ് ദ ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ്. വായന കൊണ്ടുള്ള ഗുണങ്ങൾ. ഒന്നാമത്തെ ഗുണം, നമ്മുടെ വൊക്കാബുലറി കൂടും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും എല്ലാം നല്ല രീതിയിൽ ഹൈ ആവും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഗുണമാണ് നമ്മുടെ ഓർമ്മശക്തി. ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്നേലും വായിച്ചൊരു പുസ്തകത്തിൻ്റെ കഥ നിങ്ങളോട് ഇപ്പം പറഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ 3/4 ഭാഗമെങ്കിലും മിനിമം ഓർത്തെടുക്കാൻ പറ്റില്ലേ? അതിന് കാരണം നമ്മുടെ ബ്രെയിൻ അത്രയ്ക്ക് വർക്കാവുന്നു. അതേസമയം നമ്മൾ ഡെയിലി ഒരു 500 റീല് കാണുന്നുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാൻ അത്രയും കുറവാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം അറ്റൻഷൻ സ്പാൻ. നമ്മുടെ മനുഷ്യന്മാർക്കെല്ലാം ഒരു കാര്യത്തിൽ ഇത്ര സമയം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ അത് കുറഞ്ഞ് 1 മിനിറ്റ് താഴെയായി. പക്ഷേ ബുക്ക് റീഡിങ്ങിലൂടെ അത് നമുക്ക് നല്ല രീതിയിൽ കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നുള്ളൊരു പോയിൻ്റാണ് സ്പീഡ് റീഡിങ്. അതായത് നമുക്ക് 1 സെക്കൻഡിലും 1 മിനിറ്റിലും ഇത്ര വാക്കുകൾ വീതം വായിക്കാമെന്നൊരു കഴിവുണ്ട്. അപ്പം വായിച്ച് വരുമ്പോൾ അത് കൂടിക്കൂടി വരും. അത് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും. പിന്നുള്ളൊരു സംഭവമാണ് പ്രോബ്ലം അനലൈസിങ് സ്കിൽ. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാനും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള കഴിവ്. ഇതൊക്കെയാണ് ബുക്ക് റീഡിങ്ങിലൂടെ നമുക്ക് നാച്ചുറലി കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അക്കാഡമിക് റൈറ്റിംഗ്, അതായത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിലാക്കി എടുക്കാൻ പറ്റും. ഒരു 90% മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള രീതിയിലുള്ള എഴുത്തും എല്ലാം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. കാരണം എനിക്ക് തന്നെ അറിയാം, ഞാൻ ഫുള്ളൊന്നും പറഞ്ഞിട്ടില്ല, പറയണമെന്ന് ഉദ്ദേശിച്ച മുഴുവൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടിക്കൂടി പോകും. സോ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ബുക്ക് റിവ്യൂസ് ഇടുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയൊന്നും വ്യൂസ് കിട്ടുന്നില്ല. വീഡിയോസിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇനി വിചാരിക്കുകയാണ് ബുക്കുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയും കഥകളും എല്ലാം വലിയ പാർട്ടായിട്ട് ഇടാമെന്ന്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ പറയുക. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.